അവർ പോകുന്ന വഴികളിലേക്ക് നാം അവരെ തിരിച്ചുവിടുന്നത്രേ. അവസാനം ജഹന്നം, നരകത്തിലേക്ക് നാം അവരെ എഴുതിത്തള്ളുമത്രേ. വളരെ ദുർഘടം പിടിച്ച ഭവനമാണ് നരകമെന്ന് പരിശുദ്ധമായ ഖുർആൻ. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നതിന് കേൾക്കുന്നത്. നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവല്ല. ഒരു ദിവസം നമ്മൾ മരിച്ചു. ആ മരണപ്പെട്ടവരെ സിയാറത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇതേപോലെ നമ്മളിൽ മരിക്കും. നമ്മുടെ മുൻഗാമികൾ മരണപ്പെട്ടു പോയി. നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ, പൂർവീക മഹത്വങ്ങളെല്ലാം നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയെങ്കിൽ ഒരു ദിവസം നാമും വിട പറഞ്ഞു പോകും സഹോദരങ്ങളെ. ആ ദിവസത്തിനാണ് ആദ്യ രാത്രി ഖബറെന്ന് പറയുന്ന ആ വിപ്ലവം, ആ ഖബറെന്ന് പറയുന്ന അന്ധകാര നിബിഡമായ ആ ഇരുണ്ട തുരുത്തിലേക്ക് നമ്മുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ അവിടെയാണ് ആദ്യ രാത്രിക്ക് തുടങ്ങി കുറിക്കുക. പക്ഷേ ആ ആദ്യ രാത്രി ഭൗതികമായ രസങ്ങളല്ല, ഭൗതികമായ സുഖഭോഗങ്ങളല്ല, ഭൗതികമായ ആഡംബരങ്ങളോ അനുരാഗങ്ങളോ ഒന്നുമല്ല. അത് ആത്മീയമായ ഒരു ലോകത്തിലേക്കുള്ള ഒരു യാത്രയത്രേ. ആ ഭവനത്തെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്. ആ ഭവനത്തിന്റെ പേരാണ് ബർസഖിയായ ലോകമത്രേ. അവിടെ ഇന്റീരിയൽ വർക്കില്ല, അവിടെ മിന്നിത്തിളങ്ങുന്ന ചമയ്ക്കപ്പെട്ട ഒരു മണ്ണ്, ഒരു വിളക്ക് പോലുമില്ല, ഒരു നക്ഷത്രങ്ങളില്ല, ഒരു സുഗന്ധദ്രവ്യങ്ങളില്ല. അവിടെ നമ്മെ രസിപ്പിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും ഒരാളും അവിടെ ഉണ്ടാവുകയില്ല. ആ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോ അതാ 2 രൂപങ്ങൾ നമ്മളെ സമീപിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുന്ന നമ്മളെ അടിച്ചുണർത്തി എഴുന്നേൽപ്പിച്ചിരുത്തിട്ട് ചോദിക്കുകയാ, ഈ ചോദ്യത്തിന് മറുപടി കണ്ടെത്തണേ മുസ്ലിം ലോകമേ. ചെറുപ്പക്കാരാ, യുവതികളെ, അതിന് മറുപടി കണ്ടെത്താതെ മരിച്ചാൽ ആഖിറത്തിലേക്കുള്ള യാത്ര നമുക്ക് തീരാ നഷ്ടത്തിലാകും. ശ്രദ്ധിച്ചോളൂ. അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം. ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുന്നതാണ് യഥാർത്ഥ ഫസ്റ്റ് നൈറ്റ്. നമ്മൾ ഈ ഭൗതികമായ ലോകത്ത് ഫസ്റ്റ് നൈറ്റ് നമ്മൾ കണ്ടിട്ടുള്ളൂ. അത് രസമാണ്. പൂക്കൾ കൊണ്ട് നമ്മെ എല്ലാവരും അഭിനന്ദിക്കുകയും ആശ്ലേഷിക്കുകയും അനുമോദിക്കുകയും ഒക്കെ ചെയ്യുന്ന ആഹ്ലാദത്തിന്റെ രാവുകളാണ് ദുനിയാവിലത്തെ ആദ്യത്തെ രാത്രിയെങ്കിൽ ഒരു ദിവസം നമ്മുടെ കണ്ണ് അടഞ്ഞു പോവുകയാണ്. സ്വന്തമായി എഴുന്നേൽക്കാനോ കുളിക്കാനോ പറ്റാത്ത നമ്മെ നാട്ടുകാരും വാരിയെടുത്ത് കുളിപ്പിക്കുക എത്രേ. നമുക്ക് നല്ല വസ്ത്രം പൊതിയുകയാണ്. പക്ഷേ ആ വസ്ത്രം വില കൂടിയ വസ്ത്രമല്ല, ഏറ്റവും വില കുറഞ്ഞ വസ്ത്രമാണ്. ആ വസ്ത്രത്തിൽ നമ്മെ പൊതിഞ്ഞുകൊണ്ട് 6 അടി മണ്ണിലേക്ക് നമ്മൾ ഇതാ തള്ളുമ്പോ ആ 6 അടി മണ്ണാണ് ആ ശരീരത്തെ ഏറ്റെടുക്കാൻ വരുന്നത്. അവിടെ മുതലുള്ള ജീവിതത്തെ കുറിച്ച് പറയലാണ്. പരിശുദ്ധമായ ഇൽമിന്റെ സദസ്സുകൾ, ബഹുമാനപ്പെട്ട ഔലിയാക്കൾ വന്നതും ആ ലോകത്തെ പരിചയപ്പെടുത്താനത്രേ. ഇവിടെ എല്ലാവരും വരും. ഇവിടെ നമുക്കൊരു വിഷമമൊന്നും പ്രയാസമൊന്നും എല്ലാവരും വരും സഹായിക്കാം. ഒരാൾ മറിഞ്ഞു വീടും, കുഴഞ്ഞു വീടും, ഒരാൾ ആക്സിഡന്റിലായി, ഒരാൾ കിടക്കാനായി. ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തു കണ്ടില്ലേ, കിഡ്നി രോഗിയായ രാജു മുസ്ലിം സഹോദരനാണ്. മുസ്ലിമീങ്ങളായ നമ്മൾ 2 ഫാമിലികൾ അവർ ഏറ്റെടുത്ത് 2 ലക്ഷത്തോളം രൂപ അവർക്ക് വേണ്ടി സമ്മാനിച്ചു, അദ്ദേഹത്തിന് വേണ്ടി. അത് കൊടുത്ത കുടുംബക്കാർക്ക് അല്ലാഹുർഹമായ പ്രതിഫലം നൽകട്ടെ. ആ കുടുംബക്കാരെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കണം, അവർക്ക് അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹം. ദുനിയാവിൽ അവർക്ക് സഹായിക്കാൻ കഴിയും, ദുനിയാവിൽ സഹായിക്കാൻ കഴിയും. ആഖിറത്തിൽ നമ്മളെ സഹായിക്കാൻ ആരാണ്? നമ്മളതാണ് ചിന്തിക്കേണ്ടത്. നമ്മളെല്ലാം ഇപ്പൊ ഈ ഔലിയാക്കളെ കാണാൻ വരുന്നു, ജുമാ നിസ്കരിക്കാൻ വരുന്നു, ജമാഅത്ത് നിസ്കരിക്കാൻ വരുന്നു, പള്ളിയിൽ വരുന്നു. ഇതൊക്കെ എന്തിനാണ്? ദുനിയാവിന് വേണ്ടിയിട്ടല്ല, ആഖിറ. നാളെ ഒരു ദിവസമുണ്ട്. ഇന്ന ദുനിയാ തബ്ഖി വൽ ഇന്ന ദുനിയാ തഫ്നി വൽ ആഖിറത്തു തബ്ഖി. ദുനിയാവ് ഏത് സമയത്തും അസ്തമിച്ചു പോകാം. ആഖിറ എന്ന് പറയുന്നത് അനശ്വരമാണ്,
പണം ഉണ്ടാക്കി തരാനോ കുറച്ച് സമ്പത്ത് കൂട്ടി തരാനോ ഒന്നുമല്ല. അവര് വന്നത് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ജനങ്ങളെ അള്ളാഹിലേക്ക് അടുപ്പിക്കാനാണ്. അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലെത്താൻ കഴിയും. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്. നമ്മുടെ ലക്ഷ്യം എവിടെയല്ല. അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം. ഒരു മനുഷ്യൻ മരിച്ചാൽ അവന്റെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ നമസ്കരിപ്പിച്ച് ചെയ്യുന്ന ദുആ അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹമഹു വഅഫു അൻഹു വആഫി വഅക്രിം നുസ്ലഹു വമസ്സിഅ മദ്ഖലഹു അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന اللهم ادخله الجنة واعذه من عذاب القبر. അല്ലാഹുവേ ഇദ്ദേഹത്തെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണമേ. അല്ലാഹ് ഇദ്ദേഹത്തെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കണമേ. വളരെ അർത്ഥവത്തായ ദുആയാണ്. ഒരാളെ മരിച്ചു കൊണ്ടുവയ്ക്കുമ്പോ നമ്മൾ അദ്ദേഹത്തെ യാത്ര ഏൽപ്പിക്കുകയാണ്. കുളിപ്പിച്ച് ഒരുക്കി അത്രയൊക്കെ പൂശി ഒരു വലിയൊരു ലോകത്തേക്ക് പോവുകയാണ്. ആ ഒരു വലിയൊരു ലോകത്തേക്ക് അദ്ദേഹത്തെ യാത്ര എയർപോർട്ട്. നമ്മുടെ എയർപോർട്ട് എന്ന് പറയുന്നത് ഈ പള്ളിയുടെ ഖബറിസ്ഥാനാണ്. ആ ഖബറിസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് വിട്ടു, യാത്രയാക്കി 3 പിടി മണ്ണ് വാരി അദ്ദേഹത്തിന്റെ മുകളിലേക്ക് ഇട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയുന്നു, ദുആ ചെയ്യുന്നു, യാ അല്ലാഹ് നമ്മളോട് പറയും. ഒരാളുടെ എക്സ്പയർ ഡേറ്റ് ആയി. ഇനി അദ്ദേഹത്തെ കുറിച്ച് ആരും അന്വേഷിക്കാറില്ല. ചിലപ്പോഴൊക്കെ ചോദിച്ചാലായി, ദുആ ചെയ്താലായി, ഓർത്താലായി, അതോടുകൂടി തീർന്നു അവിടെ. പക്ഷെ അവിടെ മുതലുള്ള ജീവിതം നമുക്ക് അനുകൂലമാകണമെങ്കിൽ നമ്മൾ സ്വന്തമായി പ്രവർത്തിക്കണം. ദുനിയാവിനോട് നമ്മൾ അല്ലാഹുവിന് വേണ്ടി കുറച്ച് അമൽ ചെയ്ത് ഇബാദത്ത് ചെയ്ത് ദീനി നിഷ്ഠയോടെ ചിട്ടയോടുകൂടി ജീവിച്ച് മരിച്ചു പോയാൽ ഇൻഷാ അല്ലാഹ് നമുക്കും ഈ ഔലിയാക്കളുടെ സ്ഥാനത്തിലെത്താം. അവരുടെ അതേ പദവിയിലേക്ക് നമുക്ക് ഓടിയെത്താൻ കഴിയും. നമ്മളെ സിയാറത്ത് ചെയ്യാൻ 100 കണക്കിന് ആളുകൾ വരും. ഇന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സിയാറത്ത് ചെയ്യാൻ 1000 ആളുകൾ എല്ലായിടത്തും എത്തും. എന്തുകൊണ്ട്? അവരല്ലാതെ തൃപ്തി കരസ്ഥമാക്കി മരിച്ചവരാണ്. നമ്മളെ സിയാറത്ത് ചെയ്യാൻ നമ്മളെ മരിച്ചു, നമ്മുടെ ഉപ്പ മരിച്ചു ഖബറിൽ കിടക്കുന്നുണ്ട്. ആര് പോകുന്നു സിയാറത്തിന്? ഉമ്മ മരിച്ചു ഖബറിലാണ്. ആര് പോകുന്നു സിയാറത്തിന്? ഏതോ അല്ലെങ്കിൽ ആരുമില്ല, ഖബറിൽ സിയാറത്ത് ചെയ്യാൻ പോലും ആരുമില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം. നമുക്കൊരു മകനെ നമ്മൾ വാർത്തെടുക്കണം. എന്തിനു വേണ്ടിയിട്ട്? നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ അരികിൽ വന്ന് മണിക്കൂറുകളോളം നിന്ന് കരഞ്ഞ് ദുആ ചെയ്യുന്ന ഒരു മകൻ, ആ ഒരു മകനാണ് ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായത്. കുറെ മക്കളെ ഉണ്ടാക്കി കാനഡയിലും ലണ്ടനിലും ഒക്കെ അയച്ച് പണങ്ങൾ സമ്പാദിച്ചിട്ട് കാര്യമില്ല. ഈ പണമെല്ലാം വലിച്ചെറിഞ്ഞിട്ട് വെറും കൈയോടുകൂടി ഒരു ദിവസം നമ്മൾ യാത്ര ചെയ്യുന്ന ഒരു ദിവസമുണ്ട്. ആ യാത്രയുടെ പേരാണ് ബർസഖിലേക്ക് ഒരു യാത്ര. ഖബറിലേക്ക് കുറെ കരയും ആളുകൾ. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വഫാത്തിനോട് അടുത്ത സമയം അദ്ദേഹം വഫാത്തായി കിടക്കുമ്പോ, രോഗശയ്യയിൽ കിടക്കുമ്പോ തന്റെ മക്കളെ വിളിച്ചിട്ട് അദ്ദേഹം പറയുകയാണ്, മക്കളെ, ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ഖബറടക്കുന്ന സമയത്ത് എന്നോടൊപ്പം നിങ്ങൾ അവിടെ നിൽക്കണം. എല്ലാവരും ഖബറടക്കയിട്ട് വിട്ടുപിരിഞ്ഞു പോകുമ്പോ എന്റെ മക്കളെ നിങ്ങൾ പോകരുത് കേട്ടോ. നിങ്ങൾ അവിടെ നിൽക്കണേ. ഈ ഉപ്പാക്ക് വേണ്ടി നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണേ, പാപമോചനം തേടണേ. അംർ ഇബ്നു ആസ് റളിയല്ലാഹു തആല തന്റെ മക്കളെ വിളിച്ച് ഉപദേശിക്കുകയാണ്. മരണത്തോട് അടുത്ത സമയം എല്ലാവരും പോകും. മരിച്ചു കഴിഞ്ഞു, ഔക്കറിച്ച മയ്യത്ത് കൊണ്ടുപോയി ഖബറടക്കി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവരും പോകും. മക്കളെ, നിങ്ങൾ പോകരുത്. സ്വന്തം മക്കളോട് മാത്രമേ പറയാൻ അവകാശമുള്ളൂ. നാട്ടുകാരോട് പറയാൻ പറ്റൂല. നാട്ടുകാർ പറഞ്ഞാൽ ആര് കേൾക്കാൻ? നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരാരും നിൽക്കൂല. ടൈമില്ല. പെട്ടെന്ന് വരുന്നു, മയ്യത്തടക്കുന്നു, പോകുന്നു. എന്നാൽ അവരുടെ സ്വന്തം മക്കളെ വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ പോകരുത് കേട്ടോ. ഈ ഉപ്പാന്റെ ഖബറടക്കി ഒരു ഒട്ടകത്തെ അറുത്ത് അത് ഓഹരി ചെയ്യുന്ന സമയം നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഉപ്പാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടണേ. ആ
ഞാൻ ചോദ്യം ചെയ്യപ്പെടുകയാണ്. മലക്കുകൾ വരികയാണ്, എന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുകയാണ്. മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ റബ്ബ്? ആരാണ് നിന്റെ രക്ഷിതാവ്? ആരാണ് നിന്റെ പ്രവാചകൻ? ആരാണ് നിനക്ക് വഴികാട്ടിയായത്? ഏതൊരു ശരീഅത്തിനെയാണ് നീ അംഗീകരിച്ചത്? നിന്റെ ഇമാം ആരാണ്? നിന്റെ ഖിബ്ല ഏതാണ്? ഇതുപോലുള്ള ചോദ്യം എന്നെ ഒറ്റയ്ക്ക് കബറിന്റെ ഉള്ളിൽ കിടത്തി ചോദിക്കുമ്പോ ആരും എനിക്കൊരു തുണയുണ്ടാവില്ല. മക്കളെ പോകരുത് കേട്ടോ, അവിടെ നിൽക്കണം. ഏത് മക്കൾ? ഇന്നത്തെ കാലത്ത് ഏത് മക്കൾ? എല്ലാരും അടക്കുക, അപ്പോഴേ അവിടെ പോകണം. എന്നാൽ ബഹുമാനപ്പെട്ട അമർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, നിങ്ങൾ പോകരുത് കേട്ടോ. അങ്ങനെ പറയണമെങ്കിൽ സ്വാലിഹീങ്ങളായ മക്കളെ നമുക്ക് വേണം കേട്ടോ. സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മറഞ്ഞു പോകുമെന്ന് നബിയുനാ ഹബീബുനാ റസൂലുള്ളാഹി. 3 കാര്യം ഒഴികെ എല്ലാം മറഞ്ഞു പോകും. അതിൽ ഒരു കാര്യമാണ് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു. തനിക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു സാലിഹായ മകൻ, ഒരു സദ്വൃത്തം, ഒരു സദ്ഗുണ സമ്പന്നനായ സൽസ്വഭാവ ഗുണമുള്ള ഒരു കുട്ടിയുണ്ടെങ്കിൽ അവന്റെ ദുആ ആ ഉപ്പാക്കും ഉമ്മാക്കും എക്കാലവും ലഭ്യമാകുമത്രേ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന മക്കൾ, ഈ മക്കളെ വാർത്തെടുക്കാം. ഈ മക്കൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കും. ഈ മക്കളെ വഅദിന്റെ സദസ്സിൽ കൊണ്ടുവരും. ഈ മക്കളെ പള്ളിയിൽ കൈക്ക് പിടിച്ചു കൊണ്ടുവരും. അതാണ് നമുക്ക് കണ്ടത്. കുറെ മക്കള് നമുക്കുണ്ട്. മക്കളെ ഉണ്ടായിട്ട് കാര്യമില്ല. കുറെ പൈസ ഉണ്ട്, ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കി സമ്പാദിച്ച് എന്തുണ്ടാക്കാൻ? ലക്ഷങ്ങൾ സമ്പാദിക്കും. ഈ ലക്ഷങ്ങളെല്ലാം ഒരുപക്ഷെ രോഗം വരും, ആശുപത്രിയിൽ കൊടുക്കും. 10 ലക്ഷം 15 ലക്ഷം രൂപ ബില്ലാവും. അവസാനം ഉപ്പ മരിച്ചു പോകും. തീർന്നില്ലേ? ഈ പണം എന്തായി? ആ ഉപ്പാന്റെ ഖബറിൽ പിന്നെ ആരോട് സഹായിക്കാൻ? അവിടെ വന്ന് ദുആ ചെയ്യാൻ ആത്മാർത്ഥത കാണിക്കുന്നത് ഒരു ഉസ്താദില്ല, ഒരു നാട്ടുകാരനില്ല, ഒരു മുത്തഅല്ലിമും വരികയില്ല. അവർക്ക് ചില ഹദിയകൾ കൊടുത്താൽ അവർ വന്നിരുന്ന് ദുആ ചെയ്യും എന്നല്ലാതെ ഒരാളും ആത്മാർത്ഥമായി ദുആ ചെയ്യാൻ അവിടെ ഉണ്ടാവൂല. അവിടെ വരണമെങ്കിൽ സ്വന്തം മക്കളെ വരണം, സ്വന്തം മക്കളെ വരണം. ആ മക്കളെ നമ്മൾ ദീനിയായ ചിന്തയോടുകൂടി വാർത്തെടുത്താൽ ഇൻഷാ അല്ലാഹ് നമ്മൾ മരിച്ചു പോയാൽ ആ മക്കളെ നമ്മുടെ വാപ്പാന്റെ ഖബറിന്റെ അരികിൽ വന്നിരുന്ന് ദുആ ചെയ്യുമത്രേ. ആ ഒരു ദുആ അല്ലാഹു തടഞ്ഞു വെക്കൂല കേട്ടോ. ആ ദുആയ്ക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമാണ് കേട്ടോ. മാതാപിതാക്കൾക്ക് വേണ്ടി മക്കൾ ചെയ്യുന്ന ദുആ ഉണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദുആയാണ്. അങ്ങനെ ഒരു ദുആ ചെയ്യണമെങ്കിൽ മാതാപിതാക്കളെ, മക്കളെ ദീനിന്റെ വഴികളിലൂടെ സഞ്ചരിപ്പിക്കണേ. കല്ല് കുടിച്ച് കൂത്താടി ലഹരിയടിച്ച് സിനിമകൾ കണ്ട് ഡാൻസ് ആടി ഗാനമേളയ്ക്ക് പോയി അവിടെ അതിന്റെ പേരിൽ വാപ്പയോട് നാളെ ചോദ്യം ഉണ്ടാകും, ഉമ്മയോട് നാളെ ചോദ്യം ഉണ്ടാകും. എന്തുകൊണ്ട് നിന്റെ മകനെ നീ പരിശുദ്ധമായ ശരീരത്തെ പഠിപ്പിക്കാത്തത് എന്തേ? ചോദ്യം ഉണ്ടാവും. അതിനുപ്പ മറുപടി പറയണം. നബിയുനാ റസൂലുള്ളാഹി ആദരവായ റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുകയാണ്, നിന്റെ മക്കൾക്ക് നിങ്ങൾ മര്യാദ പഠിപ്പിച്ചു കൊടുക്കുക. മാതാപിതാക്കളെ, നമ്മൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് നമ്മൾ അഖീഖാക്കണം. സുന്നത്താണെങ്കിലും അതൊരു പ്രബലമായ സുന്നത്ത് തന്നെയാണ്. ഈ കുട്ടിക്ക് അഖീഖാറത്തില്ല എങ്കിൽ ഈ കുട്ടിക്കുള്ള മുസീബത്തുകൾ മുഴുവൻ ഈ ഉപ്പായിലേക്ക് വരും. ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ ഉപ്പാണ് ഈ അഖീഖാറത്ത് കൊടുക്കേണ്ടത്. ഇല്ലെങ്കിൽ ഉണ്ടാകേണ്ട മുഴുവൻ ഉപദ്രവങ്ങളും ഇതിന്റെ ഉത്തരവാദിത്വം ഈ ഉപ്പയാണ് ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടുകൂടി പ്രവാചകൻ പറയുന്നത്, ഒരു കുട്ടി ജനിച്ചാൽ 7ാമത്തെ ദിവസം നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി അഖീഖാറത്ത് കൊടുക്കണേ. നല്ല പേരിട്ട് കൊടുക്കണേ. ആ കുട്ടിയുടെ മുടി മുണ്ടനം ചെയ്തിട്ട് വെള്ളിയോ സ്വർണമോ സദഖ ചെയ്യണേ. ആ കുട്ടിക്ക് 6 വയസ്സായാൽ അതവ് പഠിപ്പിക്കണേ.
ഉസ്താദന്മാരുടെ ജോലിയല്ല. അദബ് പഠിപ്പിക്കേണ്ടത് മാതാപിതാക്കളാണ്. 24 മണിക്കൂറിൽ 23 മണിക്കൂറും ഈ കുട്ടി മാതാപിതാക്കളോടൊപ്പമാണ്. 1 മണിക്കൂർ സമയമാണ് ഉസ്താദുമാരുമായി മദ്രസയിൽ മല്ലിടുന്നത്. ഈ 1 മണിക്കൂർ സമയം കൊണ്ട് ഈ മക്കൾക്ക് എന്ത് മര്യാദ പഠിപ്പിച്ചു കൊടുക്കാനാണ്? അതുകൊണ്ട് മാതാപിതാക്കളെ, ഏറ്റവും കൂടുതൽ നിങ്ങളോടാണ് ഈ കുട്ടികൾ മിങ്കിളിങ്ങായി കഴിയുന്നതെങ്കിൽ ഉമ്മമാരെ, ഉപ്പമാരെ, നിങ്ങളുടെ മേലെ ബാധ്യതയാണ് കേട്ടോ. 6 വയസ്സായ അദബ് പഠിപ്പിക്കണേ. പക്ഷേ നന്നാക്കാനുള്ള വഴികൾ